അത് അള്ളാഹുവിന്റെ ആണോ, യേശുവിന്റെ ആണോ, കൃഷ്ണന്റെ ആണോ, അതൊന്നുമല്ല പ്രശ്നം. ദൈവത്തിന്റെ എന്ന് പറയുന്നു. ആ പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന, ഇവിടെ ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാത്ത മണ്ണ് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന് എന്തിനാണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഇവരുടെ മനം നൊന്നിട്ട് ആ ഭൂമി പിടിച്ചെടുത്തിട്ട് ഇവരെന്താണ് നേടാൻ പോകുന്നത്? ഇതിന്റെ എല്ലാം കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ എലക്ട് ചെയ്ത് പറഞ്ഞയക്കുന്ന ആളുകൾ ഇതുവരയ്ക്കും യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബില്ലുകളും അതും ഇതും പാസ്സാക്കിക്കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. നെഹ്റുവിന്റെ സമയത്ത് ഒരു ബില്ല് പാസ്സായി. അത് കഴിഞ്ഞ് റീസെന്റ് നോക്കിക്കഴിഞ്ഞാൽ 2012 ഒരു ബില്ലും കൂടെ പാസ്സായി. പക്ഷെ എന്തുകൊണ്ട് ഈ ബില്ലിൽ ഇന്നിപ്പം ആ ബില്ലിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ബില്ലാക്കി മാറ്റാൻ മോദിജി അതിനുവേണ്ടി ബില്ല് പാസ്സാക്കാൻ നിൽക്കുന്ന സമയത്ത് ഇന്നലെ ഞാൻ ആ ലെറ്റർ കണ്ടതാണ്. നമ്മുടെ ഇവിടുത്തെ MP തന്നെ ലെറ്റർ അയച്ചിരിക്കുന്നു, ഈ ബില്ല് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്.